നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത്, അമ്പാടി ജ്യോതിശാലയം അടൂർ. തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് എൻ്റെ അടുത്ത് വന്ന ഒരാൾ ചോദിച്ച ഒരു സംശയമാണ്, സർ, ശരിക്കും ഈ പ്രേതബാധ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടോ? മറ്റൊരാളുടെ പ്രേത സാന്നിധ്യം നമ്മളുടെ ശരീരത്തിൽ കയറി അവരുടെ പ്രതികാരം അല്ലെങ്കിൽ അവർക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമോ? ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മളുടെ ശരീരം, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾക്കെത്താം. മനുഷ്യന് അല്ലെങ്കിൽ കാണപ്പെടുന്നതൊക്കെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ഇങ്ങനെ 3 ശരീരങ്ങളോട് കൂടിയതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 ശരീരങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് പറയുന്നു. അതായത് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ സമൂഹ നന്മയിലൂടെ മോക്ഷപ്രാപ്തി നേടുക എന്നുള്ളതാണ്. സമൂഹത്തിന് ഗുണം ചെയ്ത്, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ദാനം ചെയ്ത് മോക്ഷപ്രാപ്തി നേടുക. മോക്ഷം, മോഹങ്ങളിൽ നിന്നും രക്ഷ നേടുന്നത് മോക്ഷം, ആഗ്രഹങ്ങളിൽ നിന്നും രക്ഷ നേടുന്നത് മോക്ഷം. അപ്പോൾ നമ്മൾ പുനർജന്മവും പൂർവജന്മവുമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ ആവശ്യമുള്ളവർക്ക് നേരിട്ട് വരാം. അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള കാര്യകാരണങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, വിശദീകരിച്ച് നൽകാം. ചെറിയൊരു വീഡിയോയിൽ തീരുന്ന ഒരു കണ്ടന്റ് അല്ല. എന്തായാലും ചോദിച്ച ചോദ്യം പ്രേതമുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പം സ്ഥൂലം, സൂക്ഷ്മം, കാരണം 3 ശരീരങ്ങളാണ് മനുഷ്യനുള്ളത്. ആ 3 ശരീരങ്ങളിൽ ഒന്ന് സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും തൊട്ടനുഭവിച്ചറിയുന്നതുമായ നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിയാണ്. അടുത്തത് സൂക്ഷ്മം. സൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി ബോഡിയാണ്. അതിനെ നമ്മൾക്ക് കാണാൻ പറ്റില്ല. അതിനെ നമ്മൾ ഓറ, പിന്നെ ഈ ആത്മാവ് എന്നൊക്കെ ഇങ്ങനെ പലരും വിളിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഓറയും ആത്മാവും രണ്ടും രണ്ടാണ്. മൂന്നാമത്തതാണ് കാരണശരീരം. അത് ഓറയാണ്, ആത്മാവാണ്, പരബ്രഹ്മത്തിൻ്റെ അംശമാണ് എന്നാണ്. പരബ്രഹ്മാംശമാണ് ആത്മശരീരം, കാരണശരീരമായിട്ട് നമ്മളിൽ വരുന്നു. ആ കാരണശരീരം മുഖാന്തരം സൂക്ഷ്മ ശരീരം, ഊർജവത്കരിക്കപ്പെട്ട ശരീരവും അതിലുള്ളത് പുറമേ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമ്മൾക്ക് എന്തുണ്ട്? ഫിസിക്കൽ ബോഡിയുണ്ട്. അതാണ് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞത്, ആദി വ്യാധിയാകും എന്ന്. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, അത് രോഗമായി മാറുമെന്നാണ് പറഞ്ഞത്. മനസ്സിലുണ്ടാകുന്ന ആദി, ഭയപ്പാടുകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, നിരന്തരം ഒരു കാര്യം തന്നെ ദുഃഖകരമായോ അല്ലെ ക്ലേശകരമായോ ഒരു കാര്യം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് അതുപോലെ തന്നെ സംഭവിച്ചു പോകും. അത് രോഗമായി മാറപ്പെടും. ക്യാൻസർ ഇല്ലാത്ത ഒരു വ്യക്തി ക്യാൻസർ ഉണ്ട് എന്ന് ചിന്തിച്ചു പോയാൽ സ്വാഭാവികമായിട്ടും കാലക്രമേണ അയാൾ ക്യാൻസർ രോഗത്തിന് അടിമയായിട്ട് മാറപ്പെടും. അപ്പോൾ ഊർജ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്തും സ്ഥൂല ശരീരത്തിലൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മളുടെ ഈ ഒരു ലോകത്ത് ഫിസിക്കലി ആക്ട് ചെയ്യുന്നത് നമ്മളുടെ ഫിസിക്കൽ ബോഡിയാണ്, സ്ഥൂല ശരീരമാണ്. സ്ഥൂല ശരീരത്തിന് ശേഷമുള്ള അതിനെ കൺട്രോൾ ചെയ്തു പോകുന്ന ഊർജ ശരീരം, സൂക്ഷ്മ ശരീരം, ഇത് അതിനെയും കൺട്രോൾ ചെയ്യുന്ന കാരണശരീരം. ഇങ്ങനെ 3 തട്ടങ്ങളായിട്ടാണുള്ളത്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ശരീരത്ത് നിന്നും നമ്മൾ പറയും മരിച്ചുപോയി, സത്തുപോയി, ജീവൻ പോയി, പ്രാണൻ പോയി, ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡം എന്ന് വിളിക്കും ആ ശരീരത്തെ.
അത് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, യാതൊരു പ്രതികരണ ശേഷികളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. അത് സ്ഥൂല ശരീരമാണ്. അതിനെ ഊർജ ശരീരത്തിൻ്റെ സഹായം അവിടെ അപ്പോൾ ഉണ്ടാവുകയില്ല. അത് ഊർജ ശരീരം, സൂക്ഷ്മ ശരീരവും കാരണശരീരവും മരണശേഷം ഒരാളിൽ നിന്നും വിട്ടുമാറുകയും സ്ഥൂല ശരീരമായ നമ്മളുടെ ഫിസിക്കൽ ബോഡിയെ പഞ്ചഭൂതങ്ങളിലെ ഏതെങ്കിലും ഒരു ഭൂതത്തിനോടൊപ്പം ലയിപ്പിക്കുകയും ചെയ്യും. അഗ്നിക്കിരയാക്കുമ്പോൾ അഗ്നിയോടൊപ്പം ചേരും. ജലത്തിൽ കൊണ്ടുപോയി ഒഴുക്കി വിടുന്ന രീതികളുണ്ട്. ഒപ്പം തന്നെ പിന്നെ മറ്റൊന്ന് മണ്ണിൽ കുഴിച്ചിടുന്നു. ബാക്കി രണ്ടും പ്രായോഗികമായിട്ട് സാധ്യമല്ല. ആകാശത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പം പഞ്ചഭൂതങ്ങളിൽ ശരീരത്തെ ലയിപ്പിക്കാൻ കഴിവുള്ളത് ജലത്തിനും ഭൂമിക്കും പിന്നൊന്ന് അഗ്നിക്കും മാത്രമാണ് സ്വീകരിക്കാൻ. ഈ 3 ഭൂതങ്ങൾക്കും ഈ ഒരു ശരീരത്തെ സ്വീകരിക്കാം. അപ്പം നമ്മൾ ഈ സ്ഥൂലം പോയി കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന കാരണശരീരവും സൂക്ഷ്മ ശരീരവുമുണ്ട്. കാരണശരീരം നേരത്തെ തന്നെ പറഞ്ഞു, പരബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ്. അത് എന്ത് ഡ്യൂട്ടി ആയിട്ട് വന്നോ അത് കഴിയുമ്പം അതിനെ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ചു പോകും അടുത്ത ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം അവശേഷിക്കുന്ന ഇടയിലുള്ള സൂക്ഷ്മ ശരീരം, ഊർജ ശരീരം എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയുകയില്ല. ഊർജ ശരീരത്തെ പൂർണ്ണമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കാലാകാലങ്ങൾ കൊണ്ടുള്ള ജന്മാന്തരങ്ങൾ കൊണ്ടുള്ള നമ്മളുടെ വാസനകളാണ് ഈ ഊർജ ശരീരത്തിലുള്ളത്. അത് ഈ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും നല്ലതും മോശമായ ഒരു ബ്ലാക്ക് ബോക്സ്, നമ്മൾ എയറോപ്ലെയിനൊക്കെ പറയുന്ന പോലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടന്നു, എവിടെയൊക്കെ പോയി, എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മഫലം എവിടെ പോയാലും അനുഭവിക്കും നമ്മൾ. അത് അടുത്ത ജന്മം വന്നിട്ടായാലും അനുഭവിക്കും. ബിക്കോസ് ഈ സൂക്ഷ്മ ശരീരം നശിക്കപ്പെടുന്നില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതൊരു ഊർജമാണെന്ന് നേരത്തെ പറഞ്ഞു. അതിനൊരു പ്രത്യേക തരത്തിലുള്ള വേവ് ലെങ്ത് ഉണ്ടാകും. ഈ വേവ് ലെങ്ത്തിൽ ഇത് ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ എങ്ങനെ അലഞ്ഞു നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ ഊർജ ശരീരം മറ്റുള്ള വ്യക്തികളിൽ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളോട് നല്ല അടുത്ത ഫ്രീക്വൻസി ഉണ്ടാകുന്ന, അവരുടെ ഊർജ ശരീരവും നമ്മൾ ജീവിച്ചിരുന്നപ്പോഴുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ഊർജ ശരീരവും വളരെ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ലെവലിൽ ഉള്ളതാണെങ്കിൽ അവർ തമ്മിൽ അഭേദ്യമായ മനസ്സുകൊണ്ടുള്ള ഇഷ്ടമുണ്ടാകുന്നതാണ്. സ്വാഭാവികമായിട്ടും മരണശേഷം ഇഷ്ടമുള്ളവരുടെ അടുത്തേക്കാണ് ഒരു ഊർജ ശരീരം, നമ്മൾ പറയുന്ന പ്രേതമെന്ന് വിളിക്കുന്ന അവസ്ഥയിലുള്ള ഒരു ഊർജ ശരീരം സ്വാധീനിക്കാൻ ചെല്ലുക.